ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. PSC ചോദ്യങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായ ഒളിമ്പിക്സ് ആണ് ഇന്നത്തെ വിഷയം. 2024 പാരീസ് ഒളിമ്പിക്സ് മാത്രമല്ല, ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട എല്ലാ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല റിലേറ്റഡ് ഫാക്ട്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം, പാരീസ് 2024 സമ്മർ ഒളിമ്പിക്സ് എപ്പോഴാണ് ആരംഭിച്ചത്? 2024 പാരീസ് ഒളിമ്പിക്സ് എപ്പോഴാണ് ആരംഭിച്ചത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. ജൂലൈ 26, 2024. 2024 ജൂലൈ 26 പാരീസ് ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത്. അവസാനിച്ചത് എപ്പോഴാണ്? ഓഗസ്റ്റ് 11. ഓഗസ്റ്റ് 11, 2024 പാരീസ് ഒളിമ്പിക്സ് അവസാനിച്ചത്. സ്റ്റാർട്ട് ചെയ്തത് 2024 ജൂലൈ 26. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏത്? 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം. ഓപ്ഷൻ എ അമേരിക്ക ഇസ് റൈറ്റ് ആൻസർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം അമേരിക്കയാണ്. റിലേറ്റഡ് ഫാക്ട്സ്: മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം അമേരിക്ക. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക 40 ഗോൾഡ് മെഡൽ, 44 സിൽവർ മെഡൽ, 42 ബ്രോൺസ്, അങ്ങനെ ടോട്ടൽ 126 മെഡൽസാണ് അമേരിക്ക സ്വന്തമാക്കിയത്. രണ്ടാം സ്ഥാനത്തുള്ളത് ചൈനയാണ്, 40 ഗോൾഡ് മെഡൽ. അപ്പോൾ ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഗോൾഡ് മെഡലുകളുടെ എണ്ണം സെയിം ആണ്, 40 ഗോൾഡ് മെഡലുകൾ, 27 സിൽവർ, 24 ബ്രോൺസ്, അങ്ങനെ ആകെ 91 മെഡലുകളാണ് ചൈന സ്വന്തമാക്കിയത്. മൂന്നാം സ്ഥാനം ജപ്പാൻ. ആദ്യ സ്ഥാനം അമേരിക്ക, രണ്ടാം സ്ഥാനം ചൈന, മൂന്നാം സ്ഥാനം ജപ്പാൻ. ജപ്പാൻ ആകെ ലഭിച്ച മെഡലുകൾ 45. മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71. 71ാം സ്ഥാനത്താണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ പട്ടികയിലെ സ്ഥാനം. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്ത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. ഫ്രിജിയൻ ഹാറ്റ്. ഫ്രിജിയൻ ഹാറ്റാണ് 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം. അടുത്ത ചോദ്യം, ഒളിമ്പിക് ഗെയിംസ് എത്ര വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഇവന്റ് ആണ്? എത്ര വർഷം കൂടുമ്പോഴാണ് ഓരോ ഒളിമ്പിക്സ് നടക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി 4 ഈസ് റൈറ്റ് ആൻസർ. 4 വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. രണ്ട് തരം ഒളിമ്പിക്സ് ഉണ്ട്, വിന്റർ ഒളിമ്പിക്സും സമ്മർ ഒളിമ്പിക്സും. അപ്പോൾ വിന്റർ ഒളിമ്പിക്സിൻ്റെയും സമ്മർ ഒളിമ്പിക്സിൻ്റെയും ഇടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ 2 വർഷത്തെ ഗ്യാപ്പേ ഉള്ളൂ. പക്ഷേ ഒരു സമ്മർ ഒളിമ്പിക്സ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു സമ്മർ ഒളിമ്പിക്സ് നടക്കാൻ 4 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടാവും. അതാണ് വ്യത്യാസം. ഇപ്പോൾ കഴിഞ്ഞത് സമ്മർ ഒളിമ്പിക്സ് ആണ്. ഇനി 2026 അടുത്ത ഒളിമ്പിക്സ്. 2026 വിന്റർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ഇറ്റലിയിലും 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് കാലിഫോർണിയയിലുമാണ്. കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസിലാണ് 2028 നെക്സ്റ്റ് സമ്മർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. അടുത്ത ചോദ്യം, 2024 സമ്മർ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങ് 2024 ജൂലൈ 26 ഏത് നദിയുടെ തീരത്താണ് നടന്നത്? ഉദ്ഘാടനം ജൂലൈ 26 നടന്നത്. ഇത് ഏത് നദിയുടെ തീരത്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. സീൻ റിവർ. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിന് നൽകിയ മുദ്രാവാക്യം എന്താണ്? 2024 പാരീസ് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. ഗെയിംസ് വൈഡ് ഓപ്പൺ. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിലെ പുരുഷന്മാരുടെ ജാവലിൻ ത്രോ ഇനത്തിന്റെ ഫൈനലിൽ 89.45 മീറ്റർ എറിഞ്ഞ് നീരജ് ചോപ്ര ഏത് മെഡലാണ് നേടിയത്? നീരജ് ചോപ്ര 89.45 മീറ്റർ എറിഞ്ഞ ജാവലിൻ ത്രോയിൽ ഏത് മെഡലാണ് നേടിയത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. സിൽവർ. വെള്ളി മെഡലാണ് നീരജ് ചോപ്ര നേടിയത്. ജാവലിൻ ത്രോയിൽ 89.45 മീറ്റർ എറിഞ്ഞാണ് നീരജ് ചോപ്ര സിൽവർ മെഡൽ നേടിയത്. ഗോൾഡ് മെഡൽ നേടിയത് പാകിസ്ഥാനിലെ അർഷാദ് നദീം. പാകിസ്ഥാന്റെ അർഷാദ് നദീമാണ് 92.97 മീറ്റർ എറിഞ്ഞ് ജാവലിൻ ത്രോയിൽ ഗോൾഡ് മെഡൽ നേടിയത്. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് എത്ര പേർ പങ്കെടുത്തു? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് എത്ര പേർ പങ്കെടുത്തു? ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. 117. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്നും 117 പേർ പങ്കെടുത്തു. ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ട് നോക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഒളിമ്പിക്സ് ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഒളിമ്പിക്സ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. ഹെഡ് ക്വാർട്ടർ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ചെയർമാൻ PT ഉഷ. ഫൗണ്ടഡ് ഇൻ 1927. 1927 സ്ഥാപിതമായത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. ചെയർമാൻ PT ഉഷ. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റിൽ 50 കിലോഗ്രാം സ്വർണ്ണ മെഡൽ പോരാട്ടത്തിനാവശ്യമായ ഭാരം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ആരാണ് പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യനാക്കപ്പെട്ടത്?
2024 പാരീസ് ഒളിമ്പിക്സിൽ റെസ്ലിംഗ് ഇനത്തിൽ 50 കിലോഗ്രാം സ്വർണ്ണ മെഡൽ പോരാട്ടത്തിന് ആവശ്യമായ ഭാരം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന്, അതായത് 100 ഗ്രാം ഭാരം അധികമായതിനെ തുടർന്ന് പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യനാക്കപ്പെട്ടത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ വിനേഷ് ഫോഗട്ട്. വിനേഷ് ഫോഗട്ടാണ് 100 ഗ്രാം ഭാരം അധികമായതിനെ തുടർന്ന് 2024 പാരീസ് ഒളിമ്പിക്സിൽ നിന്നും അയോഗ്യനാക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ നേടിയ മെഡലുകളുടെ എണ്ണമാണ് ചോദ്യം. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ 6. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ 6 മെഡലുകൾ നേടി. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ 1 വെള്ളി 5 വെങ്കലം അങ്ങനെ ആകെ 6 മെഡലുകൾ നേടിയിട്ടുണ്ട്. ഇന്ത്യ ഒരു സ്വർണ്ണ മെഡലും നേടിയിട്ടില്ല. മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71. മെഡൽ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് മനു ഭാക്കർ, ഷൂട്ടറാണ്. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ മനു ഭാക്കർ വെങ്കലം നേടി. രണ്ടാമത്തേത് മനു ഭാക്കർ സരബ്ജോത് സിംഗുമായി ചേർന്ന് മിക്സഡ് ടീം ഇനത്തിൽ 2ാം വെങ്കലം നേടി. മൂന്നാമത്തെ വെങ്കലം നേടിയത് പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ തേർഡ് പൊസിഷൻ ഷൂട്ടിങ്ങിൽ ഇന്ത്യക്കായി സ്വപ്നിൽ കുസാലെ 3ാം വെങ്കലം നേടി. നാലാമത്തേത് ഇന്ത്യ പുരുഷ ഹോക്കി ടീം വെങ്കല മെഡൽ നേടി. 4ാമത്തെ വെങ്കല മെഡൽ ഇന്ത്യ പുരുഷ ഹോക്കി ടീം. 5ാമത്തെ മെഡൽ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര 89.45 മീറ്റർ ദൂരം ജാവലിൻ എറിഞ്ഞ് വെള്ളി മെഡൽ, സിൽവർ മെഡലാണ് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര. നെക്സ്റ്റ് ഗുസ്തി താരം അമൻ സെറാവത്ത് പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈലിൽ വെങ്കല മെഡൽ നേടി. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ അടുത്തിടെ വെങ്കല മെഡൽ നേടിയ അമൻ ശ്രാവത്ത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ അമൻ ശ്രാവത്ത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമൻ ശ്രാവത്ത് റെസ്ലിംഗ് ആണ്. ഗുസ്തി. ഓപ്ഷൻ ബി ഗുസ്തി ഇസ് റൈറ്റ് ആൻസർ. ഗുസ്തി എന്ന് പറഞ്ഞാൽ റെസ്ലിംഗ്. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ആരാണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയത് ആദ്യം ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ മനു ഭാക്കർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. 10 മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടറിനാണ് മനു ഭാക്കർ ഇന്ത്യക്ക് വേണ്ടി ബ്രോൺസ് മെഡൽ, വെങ്കല മെഡൽ നേടിയത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ആരാണ് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തിക്കാരി? താഴെ പറയുന്നവയിൽ ആരാണ് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഗുസ്തിക്കാരി? ഓപ്ഷൻ ഡി സാക്ഷി മാലിക് ഇസ് റൈറ്റ് ആൻസർ. സാക്ഷി മാലിക് ആണ് ഇന്ത്യൻ വനിതകളിൽ ആദ്യത്തെ ഒളിമ്പിക് മെഡൽ നേടുന്ന ഗുസ്തിക്കാരി. ഫസ്റ്റ് മെഡൽ നേടിയത് 2016 റിയോ ഒളിമ്പിക്സിലാണ്. 3rd പ്ലേസ് ആയിരുന്നു. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ എ മെഡൽ ഇൻ റെസ്ലിംഗ്. ഗുസ്തി ഇനത്തിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് സാക്ഷി മാലിക്. ഒളിമ്പിക് ഗെയിംസിന്റെ ചരിത്രത്തിൽ 4ാമത്തെ വനിതയാണ് സാക്ഷി മാലിക്. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ അവതരിപ്പിക്കുന്ന പുതിയ ഗെയിമുകൾ ഏതാണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ അവതരിപ്പിക്കുന്ന പുതിയ ഗെയിം ഇനങ്ങൾ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. സ്കേറ്റ് ബോർഡിംഗ് ആൻഡ് കയാക്ക് ക്രോസ്. സ്കേറ്റ് ബോർഡിംഗ് ആണ് കേട്ടോ അത്. ഓപ്ഷൻ എയിലുള്ളത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. സ്കേറ്റ് ബോർഡിംഗ് ആൻഡ് കയാക്ക് ക്രോസ്. അടുത്ത ചോദ്യം, ഇന്ത്യ ആദ്യമായി ഒളിമ്പിക് ഗെയിംസിൽ പങ്കെടുത്തത് എന്ന്? എന്നാണ് ഇന്ത്യ ആദ്യമായി ഒളിമ്പിക് ഗെയിംസിൽ പങ്കെടുത്തത്? ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ 1900. 1900ലാണ് ഇന്ത്യ ആദ്യമായി ഒളിമ്പിക് ഗെയിംസിൽ പങ്കെടുത്തത്. 1900 പാരീസ് ഒളിമ്പിക്സിൽ. അടുത്ത ചോദ്യം, മോഡേൺ ഒളിമ്പിക് ഗെയിംസ് പരമാവധി കാലാവധി എത്രയാണ്? ഒളിമ്പിക് ഗെയിംസിന്റെ പരമാവധി കാലാവധി എത്ര ദിവസമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ 16 ദിവസം. 16 ദിവസമാണ് മോഡേൺ ഒളിമ്പിക് ഗെയിംസിന്റെ പരമാവധി കാലാവധി. അടുത്ത ചോദ്യം, സമ്മർ വിന്റർ ഒളിമ്പിക് ഗെയിംസുകൾക്ക് ആതിഥേയത്വം വഹിച്ച ലോകത്തിലെ ആദ്യത്തെ നഗരം ഏതാണ്? 2 ഗെയിമുകൾക്കും, അതായത് സമ്മർ വിന്റർ ഒളിമ്പിക്സ് ഗെയിമുകൾക്ക് ആതിഥേയത്വം വഹിച്ച ലോകത്തിലെ ആദ്യത്തെ നഗരമാണ്. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ ബീജിംഗ്. ബീജിംഗിലാണ് ആദ്യമായി സമ്മറും വിന്ററും ഒളിമ്പിക്സും നടന്നത്. അടുത്ത ചോദ്യം, 2024 സമ്മർ ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങ് നടന്നത് എവിടെയാണ്? 2024 സമ്മർ ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങ് നടന്നത് ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ സ്റ്റേഡ് ഡെ ഫ്രാൻസ് സ്റ്റേഡിയം. സ്റ്റേഡ് ഡെ ഫ്രാൻസ് സ്റ്റേഡിയത്തിലാണ് 2024 പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങ് നടന്നത്. അടുത്ത ചോദ്യം, ആദ്യത്തെ വിന്റർ ഒളിമ്പിക്സ് ഗെയിംസ് നടന്നത് എപ്പോഴാണ്? ആദ്യത്തെ വിന്റർ ഒളിമ്പിക് ഗെയിംസ് നടന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ 1924. 1924ലാണ് ആദ്യത്തെ വിന്റർ ഒളിമ്പിക്സ് നടന്നത് കമോണിക്സ് ഫ്രാൻസ് എന്ന സ്ഥലത്ത് വെച്ചാണ്. ഫ്രാൻസിലെ കമോണിക്സ് എന്ന സ്ഥലത്ത് വെച്ചാണ് ആദ്യത്തെ വിന്റർ ഒളിമ്പിക്സ് നടന്നത്. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സ് 2024 സെമി ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ പുരുഷ ഷട്ട്ലർ ആരാണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ സെമി ഫൈനലിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യൻ പുരുഷ ഷട്ട്ലർ ആരാണെന്നാണ് ചോദ്യം.
ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. ലക്ഷ്യ സെൻ. ലക്ഷ്യ സെൻ ആണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ സെമി ഫൈനലിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ പുരുഷ ഷട്ട്ലർ. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സ് 2024 ഏറ്റവും കൂടുതൽ വെള്ളി മെഡലുകൾ നേടിയ രാജ്യം ഏത്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ വെള്ളി മെഡലുകൾ നേടിയ രാജ്യം? ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. അമേരിക്ക. അമേരിക്കയ്ക്കാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ വെള്ളി മെഡലുകൾ നേടിയത്. അടുത്ത ചോദ്യം, ആദ്യത്തെ ഒളിമ്പിക് ഗെയിംസ് 1896 ഏത് രാജ്യത്താണ് നടന്നത്? ആദ്യത്തെ ഒളിമ്പിക് ഗെയിംസ് നടന്നത് 1896 ഇത് ഏത് രാജ്യത്ത് വെച്ചാണ് നടന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. ഗ്രീസ്. ആദ്യത്തെ ഒളിമ്പിക് ഗെയിംസ് 1896 ആദ്യത്തെ ഒളിമ്പിക് ഗെയിംസ് നടന്നത് ഗ്രീസിൽ വെച്ച്. അടുത്ത ചോദ്യം, സ്ത്രീകൾ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്തത് എന്ന്? ഏത് വർഷമാണ് സ്ത്രീകൾ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. 1900. 1900 ആദ്യമായി സ്ത്രീകൾ ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അടുത്ത ചോദ്യം, 2 ഒളിമ്പിക് മെഡലുകൾ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആര്? 2 ഒളിമ്പിക് മെഡലുകൾ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി പി വി സിന്ധു ഇസ് റൈറ്റ് ആൻസർ. പി വി സിന്ധുവിനാണ് ഇന്ത്യയിൽ ആദ്യമായി 2 ഒളിമ്പിക് മെഡലുകൾ നേടുന്നത്. പി വി സിന്ധു ഇന്ത്യൻ ബാഡ്മിൻ്റൺ പ്ലെയർ ആണ്. ആദ്യത്തെ ബ്രോൺസ് മെഡൽ കിട്ടുന്നത് 2020 ടോക്കിയോ ഒളിമ്പിക്സിലും രണ്ടാമത്തെ സിൽവർ മെഡൽ ലഭിക്കുന്നത് റിയോ ഒളിമ്പിക്സ് 2016. 2016 റിയോ ഒളിമ്പിക്സിൽ സിൽവർ മെഡലും 2020 ടോക്കിയോ ഒളിമ്പിക്സിലെ ബ്രോൺസ് മെഡലുമാണ് പി വി സിന്ധു നേടിയത്. പി വി സിന്ധു ഒരു ബാഡ്മിൻ്റൺ പ്ലെയർ ആണ്. അടുത്ത ചോദ്യം, 6 ഒളിമ്പിക് സ്വർണ്ണ മെഡലുകൾ വിജയിച്ച ഏക വനിതാ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ് ആരാണ്? 6 ഒളിമ്പിക് സ്വർണ്ണ മെഡലുകൾ നേടിയ ഏക വനിതാ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. അലിസൺ ഫെലിക്സ്. 6 ഒളിമ്പിക് സ്വർണ്ണ മെഡലുകൾ വിജയിച്ച ഏക വനിതാ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റാണ് അലിസൺ ഫെലിക്സ്. അടുത്ത ചോദ്യം, ഏത് സമ്മർ ഒളിമ്പിക്സ് ഗെയിംസിലാണ് വനിതകളുടെ 400 മീറ്റർ ഹേർഡിൽസിൽ പി ടി ഉഷ വെങ്കല മെഡലിന് 0.01 സെക്കൻഡുകൾക്ക് പിന്നിലായത്? 0.01 സെക്കൻഡുകളുടെ പിന്നിലായത് കാരണം പി ടി ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടമായ 400 മീറ്റർ ഹേർഡിൽസിൽ പി ടി ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടമായ ഒളിമ്പിക് ഗെയിംസ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. 1984 സമ്മർ ഒളിമ്പിക്സ്. 1984 സമ്മർ ഒളിമ്പിക്സിനാണ് പി ടി ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടമായത്. 0.01 സെക്കൻഡുകൾ പിന്നിലായത് കാരണം. അടുത്ത ചോദ്യം, അമേരിക്കയ്ക്കും യൂറോപ്പിനും പുറത്ത് ആദ്യമായി ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? ആദ്യമായി അമേരിക്കയ്ക്കും യൂറോപ്പിനും പുറത്ത് നടന്ന ഒളിമ്പിക്സ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി മെൽബൺ ഇസ് റൈറ്റ് ആൻസർ. മെൽബണിലാണ് അമേരിക്കയും യൂറോപ്പിനും പുറത്ത് ആദ്യമായി ഒളിമ്പിക്സ് നടന്നത്. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യയുടെ ഷെഫ് ഡി മിഷനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഷെഫ് ഡി മിഷനായി തിരഞ്ഞെടുത്തത്? ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. ഗഗൻ നാരംഗ്. ഗഗൻ നാരംഗിനെയാണ് 2024 പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യയുടെ ഷെഫ് ഡേ മിഷനായി തിരഞ്ഞെടുത്തത്. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ ഗുസ്തിക്കാരൻ ആരാണ്? 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യൻ പുരുഷ ഗുസ്തിക്കാരൻ? ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. അമൻ സെറാവത്ത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ ഗുസ്തിക്കാരനാണ് അമൻ സെറാവത്ത്. അടുത്ത ചോദ്യം, പാരീസിൽ നടന്ന 33ാമത്തെ സമ്മർ ഒളിമ്പിക്സ് 2024 ജൂറി അംഗമായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ ആര്? പാരീസിൽ നടന്ന 33ാമത്തെ സമ്മർ ഒളിമ്പിക്സ് 2024 ജൂറി അംഗമായി നിയമിതനായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ്? ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. ബിൽ വിസ്മിർ. ഇന്ത്യക്കാരനല്ല, ഇന്ത്യക്കാരി. ബിൽ വിസ്മിർ ആണ് പാരീസ് ഒളിമ്പിക്സ് 2024 ജൂറി അംഗമായി നിയമിതയായ ഇന്ത്യക്കാരി. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സ് 2024 യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റർ ആരാണ്? പാരീസ് ഒളിമ്പിക്സ് 2024 യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്ററാണ്? ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. മീരാഭായ് ചാനു. പാരീസ് ഒളിമ്പിക്സ് 2024 യോഗ്യത നേടിയ ഏക ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്ററാണ് മീരാഭായ് ചാനു. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സ് 2024 ഇന്ത്യൻ സംഘത്തിൻ്റെ പതാകവാഹകനായി നിയമിക്കപ്പെട്ടത് ആര്? ഇന്ത്യൻ സംഘത്തിൻ്റെ പതാകവാഹകനായി നിയമിക്കപ്പെട്ടത്? ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. പി വി സിന്ധു. ബാഡ്മിൻ്റൺ പ്ലെയറായ പി വി സിന്ധു ആണ് പാരീസ് ഒളിമ്പിക്സ് 2024 ഇന്ത്യൻ സംഘത്തിൻ്റെ പതാകവാഹകയായി നിയമിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ടോർച്ച് ബിയറായി തിരഞ്ഞെടുത്തത് ആരെ? 2024 പാരീസ് ഒളിമ്പിക്സിലെ
ടോർച്ച് ബിയറായി തിരഞ്ഞെടുത്തത്? ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ, അഭിനവ് ബിന്ദ്ര. അഭിനവ് ബിന്ദ്രയെയാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ടോർച്ച് ബിയറായി തിരഞ്ഞെടുത്തത്. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ 16ാം ക്വാട്ട നേടിയത് ആരാണ്? പാരീസ് ഒളിമ്പിക്സിനായുള്ള ഇന്ത്യയുടെ 16ാം ക്വാട്ട നേടിയത്? ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ, റിഥം സംഗ്വാൻ. റിഥം സംഗ്വാനാണ് ഇന്ത്യയുടെ 16ാം ക്വാട്ട, പാരീസ് ഒളിമ്പിക്സിനായുള്ള 16ാം ക്വാട്ട നേടിയത്. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി പങ്കെടുക്കുന്ന 14 വയസ്സുള്ള അത്ലറ്റ് തിനിധി ദേശിംഗു ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി പങ്കെടുക്കുന്ന 14 വയസ്സുള്ള അത്ലറ്റായ ദിനിധി ദേശിംഗു ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി നീന്തൽ ഇസ് റൈറ്റ് ആൻസർ. സ്വിമ്മിങ്ങിനാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ 14 വയസ്സുള്ള അത്ലറ്റായ ദിനിധി ദേശിംഗു സ്വിമ്മിങ്ങുമായി ബന്ധപ്പെട്ട പ്ലെയറാണ്. അടുത്ത ചോദ്യം, 2024 സമ്മർ ഒളിമ്പിക്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച നഗരം ഏത്? സമ്മർ ഒളിമ്പിക്സ് 2024 ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ, പാരീസ്. ഫ്രാൻസിലെ പാരീസിലാണ് 2024 സമ്മർ ഒളിമ്പിക്സ് നടന്നത്. അടുത്ത ചോദ്യം, എല്ലാ വർഷവും അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ്? എല്ലാ വർഷവും അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ആഘോഷിക്കുന്നത്? ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ, 23 ജൂൺ. ജൂൺ 23-നാണ് എല്ലാ വർഷവും അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായി ആഘോഷിക്കുന്നത്. ഇൻ്റർനാഷണൽ ഒളിമ്പിക് ഡേ ആയി ആചരിക്കുന്നത് ജൂൺ 23-ന്. 2024 ജൂൺ 23-ലെ ഒളിമ്പിക് ഡേയുടെ തീമാണ് ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ്. ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ്. അടുത്ത ചോദ്യം, 2024 പാരീസ് സമ്മർ ഒളിമ്പിക്സ് ഗെയിംസിൻ്റെ ഏത് പതിപ്പാണ് നടന്നു കഴിഞ്ഞില്ല. അപ്പോൾ 2024 പാരീസ് സമ്മർ ഒളിമ്പിക്സ് ഗെയിംസിൻ്റെ ഏത് പതിപ്പാണ് നടന്നത്? എത്രാമത്തെ സമ്മർ ഒളിമ്പിക്സ് ആണ് നടന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ, 33. 33ാമത്തെ സമ്മർ ഒളിമ്പിക്സ് ആണ് 2024 പാരീസിൽ വെച്ച് നടന്നത്. അടുത്ത ചോദ്യം, ഒളിമ്പിക് ഗെയിംസ് ഉത്ഭവിച്ച സ്ഥലത്തിൻ്റെ പേര്. ഒളിമ്പിക് ഗെയിംസ് ഒറിജിനേറ്റ് ചെയ്ത സ്ഥലത്തിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ, ഗ്രീസ്. ഗ്രീസിലാണ് ആദ്യത്തെ ഒളിമ്പിക് ഗെയിംസ് ആരംഭിച്ചത്. ആദ്യത്തെ മോഡേൺ ഒളിമ്പിക് ഗെയിംസ് നടന്നത് ഏത് വർഷമാണ്? ആദ്യത്തെ മോഡേൺ ഒളിമ്പിക് ഗെയിംസ് നടന്നത് ഏത് വർഷം? ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ, 1896. 1896-ലാണ് ആദ്യത്തെ ഒളിമ്പിക് ഗെയിംസ് നടന്നത്. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സ് 2024-ൽ ഇന്ത്യൻ ഹോക്കി ടീം നേടിയ മെഡൽ ഏതാണ്? പാരീസ് ഒളിമ്പിക്സ് 2024-ൽ ഇന്ത്യൻ ഹോക്കി ടീം നേടിയ മെഡൽ? ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ, വെങ്കലം. ബ്രോൺസ് ആണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീം നേടിയത്. അടുത്ത ചോദ്യം, ആദ്യത്തെ ആധുനിക ഒളിമ്പിക് ഗെയിംസ് നടന്നത് എവിടെയാണ്? ആദ്യത്തെ മോഡേൺ ഒളിമ്പിക് ഗെയിംസ് നടന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ, ഏതൻസ്. ഏതൻസിലാണ് ആദ്യത്തെ മോഡേൺ ഒളിമ്പിക്സ് നടന്നത്. അടുത്ത ചോദ്യം, ആദ്യമായി ഒളിമ്പിക് വളയങ്ങൾ പരസ്യമായി അവതരിപ്പിച്ചത് എപ്പോഴാണ്? ആദ്യമായി ഒളിമ്പിക് വളയങ്ങൾ പരസ്യമായി അവതരിപ്പിച്ചത്? ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ, 1913. 1913-ലാണ് ആദ്യമായി ഒളിമ്പിക് വളയങ്ങൾ പരസ്യമായി അവതരിപ്പിച്ചത്. അടുത്ത ചോദ്യം, അടുത്തിടെ ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യനാക്കപ്പെട്ടതിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഗുസ്തി താരം ആര്? ഒളിമ്പിക് ഗെയിംസിൽ നിന്ന് അയോഗ്യനാക്കപ്പെട്ടതിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഗുസ്തി താരമാണ്? ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ, വിനേഷ് ഫോഗട്ട്. വിനേഷ് ഫോഗട്ടാണ് ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യനാക്കപ്പെട്ടതിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കി ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ രാജ്യം ഏത്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കി ഇനത്തിൽ വെങ്കല മെഡൽ നേടിയത്? ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ, ഇന്ത്യ. ഇന്ത്യയാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കി ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ രാജ്യം. ഇതുവരെ 50 ക്വസ്റ്റ്യൻസ് ആണ് ഒളിമ്പിക്സ് എന്ന വിഷയത്തിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി പാർട്ട് 2-ൽ ബാക്കി 50 ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്താം. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ് ഒളിമ്പിക്സ് എന്ന വിഷയത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.